Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. വീക്കെൻഡ് ഒക്കെ അടിച്ചു പൊളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. റേഡിയോ മലയാളം 98.6 ഇത് സ്റ്റാർസ് ഓൺ എയറിന്റെ ടൈമാണ് കൂടിയുള്ളത്. RJ തുഷാര. ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ദ ഗോർജിയസ്, ദ ഗ്രേസ്ഫുൾ അഹാന കൃഷ്ണയാണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ അഹാന. താങ്ക് യു സോ മച്ച് തുഷാര. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷം എന്ന് പറയുന്നത് പൂക്കൾ തന്നെയാണ്. പൂക്കൾ നിന്ന് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ? ഓക്കെ, ദിസ് ടു ബി വെരി ഓണസ്റ്റ്, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി വെരി പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയായിരിക്കും. പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം, ഇതിലേക്ക് എത്തിയതും അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു റിലീസും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങളൊന്ന് പറയാമോ? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി വെരി പേഴ്സണൽ. കാരണം ഞാൻ എന്ന വ്യക്തിയുടെ ഒരു വളരെ പ്യോർ ആയിട്ടുള്ള റിഫ്ലക്ഷൻ ആണ് ആക്ച്വലി പൂക്കൾ. ബിക്കോസ് അതിലെ എന്റെയും ഹൻസിക്കയുടെയും ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇസ് വെരി സിമിലർ ടു ദ പേഴ്സൺ ഐ ആം. കാരണം എനിക്കാണെങ്കിലും ലൈഫ് എൻജോയ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. ലൈഫിലെ ഈ എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് ഡോക്യുമെന്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരുപാട് വർഷം കഴിഞ്ഞൊക്കെ ഇതൊക്കെ ഇരുന്ന് കാണാൻ എന്ത് രസമായിരിക്കും അല്ലെ. അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുകയും എപ്പോഴും ചെയ്യുന്ന ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ജസ്റ്റ് എൻ എക്സ്റ്റൻഷൻ ഓഫ് മീ. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് എ വെരി ക്ലോസ് ടു ഹാർട്ട് വീഡിയോ. ആൻഡ് ഇത് ഞാനിങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ആലോചിച്ച് ചെയ്ത ഒരു തോട്ട് അല്ല. അതായത് എന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു തോട്ട്. ഞാനിങ്ങനെ ഇതിനെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ നല്ല രസമായിരിക്കില്ലേ, അങ്ങനെ ആലോചിച്ചിട്ട് ചെയ്തതാണ്. മേക്കിംഗ് ഇറ്റ് വെരി എന്താ പറയാ പോയറ്റിക് ആൻഡ് ആർട്ടിസ്റ്റിക് ആൻഡ് എസ്തെറ്റിക് ഒക്കെ ആക്കി അതിനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ എന്നാലോചിച്ചിട്ട് ചെയ്തേ. അങ്ങനെ ഒരു തോന്നൽ നിന്ന് വന്നതാണ് പൂക്കളും അല്ലേ? തീർച്ചയായിട്ടും. ലവ്ലി ടു സീ ദാറ്റ് യു നോ ഡയറക്റ്റഡ് ബൈ അഹാന കൃഷ്ണ എന്ന് ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് ലൈക്ക് മറ്റേ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ സുഖമാണോ? അയ്യോ ആണോ? അല്ലേ? ഫോർ യു ഹൗ ഡസ് ഇറ്റ് ഫീൽ ഫോർ യു? എനിക്ക് ഈ കൊറേ ഇതിന്റെ പണി കുറെ നാള് ചെയ്തോണ്ടിരിക്കില്ലേ, എനിക്ക് ഇത് കാണുമ്പോ സമാധാനം ചെയ്തു തീർന്നല്ലോ, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നേ. കാരണം എനിക്കതങ്ങനെ ഓവർ അനലൈസ് ചെയ്യാൻ എനിക്ക് എന്താ പറയാ, കാരണം എനിക്കിപ്പോ എന്റെ ഒരു വ്ളോഗ്, നല്ലൊരു വ്ളോഗ് ചെയ്യുമ്പോഴും എനിക്കിങ്ങനെ തന്നെയാ തോന്നുന്നത്. അതായത് അതാ എഴുതി കാണുന്നതിലുപരി ഇപ്പൊ ഒരു വ്ളോഗ് ചെയ്തത് നന്നായിട്ട് വരുമ്പോ ഇറ്റ് ഫീൽസ് വെരി നൈസ്, നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം, അങ്ങനെ ഒരു ഫീലിംഗ് തോന്നത്തില്ല. അതിപ്പോ വീട്ടില് ഒരാള് ഒരു വാഴ നട്ടിട്ട് ആ വാഴ നല്ല കൊലച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ല. ഇറ്റ്സ് എ സിമിലർ ഫീലിംഗ്. നമ്മളൊരു നല്ല ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ആൾക്കൊരു ഫീലിംഗ് തോന്നില്ല. അങ്ങനെ നമ്മളൊരു നല്ല സാധനം ഉണ്ടാക്കിയല്ലോ എന്ന്. കാരണം ഇപ്പൊ ഡയറക്റ്റഡ് ബൈ എന്ന് എഴുതി കാണിച്ചിട്ട് വല്ല പൊട്ട സാധനമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നെങ്കിൽ നമുക്ക് അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലെ തോന്നത്തില്ല. അതാ. അപ്പൊ ഒരു ഇഫ് ഇറ്റ് കംസ് ഔട്ട് വെൽ, അത് കാണുമ്പോ ഒരു സന്തോഷം തോന്നും. അഹാന എഴുതി ഡയറക്റ്റ് ചെയ്ത പൂക്കൾ എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇത് പറയുമ്പോൾ വി ഓൾസോ ഹാവ് ടു ഗോ ബാക്ക് ടു യുവർ പ്രീവിയസ് സോങ് തോന്നൽ. ഭയങ്കര റോ ആണ് ആൻഡ് ഇറ്റ്സ് സോ സോഫ്റ്റ് ആൻഡ് ലൈക്ക് ഐ തിങ്ക് മെനി ഓഫ് us can connect to a lot of things. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൂക്കളിലാണെങ്കിലും that last scene where you know the older version of you are sitting and watching that thing, so it just felt so beautiful and I ended that video with a smile and I'm very sure ഇത് കണ്ട മിക്ക ആൾക്കാർക്കും ആ ഒരു ഫീലിംഗ് തന്നെയാണ്. സോ ഐ തിങ്ക് ബോത്ത് ദ വീഡിയോസിലും ആ റോനെസ്സും ആ സോഫ്റ്റ്നെസ്സും ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ വരുമ്പോഴാണ് it makes it all the more special, I felt. Oh, thank you so much. Ahana, you're a creator, an actor, dancer, writer, director, so many hats that you're wearing. ഇതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് അഹാനയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു ഹാറ്റ് ഏതായിരിക്കും? ഏറ്റവും ചാലഞ്ചിങ് എനിക്ക് തോന്നുന്നു ക്രിയേറ്റിംഗ് സംതിങ് ആണ്. കാരണം അവിടെയാണ് നമ്മുടെ എഫേർട്ട് കൂടുതൽ വേണ്ടത്. കാരണം ബാക്കി കേസസിൽ ആരെങ്കിലും ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ കൺവിൻസിങ് ആയിട്ട് ഫിറ്റിൻ ആവുക എന്നുള്ളതാണ് കൂടുതലും. പക്ഷെ വെൻ യു ആർ ക്രിയേറ്റിംഗ് സംതിങ് there's a lot of thought. ഒരു 3-4 ദിവസം അല്ലെങ്കിൽ നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന ദിവസം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിനു മുൻപും അതിന്റെ സമയത്തും അതിനു ശേഷവും ഒക്കെ there's a lot of work in and around it. അതുകൊണ്ട് the more work ഉള്ളത് ഇതിൽ തന്നെയാണ്. പക്ഷെ എല്ലാം കഴിയുമ്പോഴത്തേനും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നതും ഇതിൽ തന്നെയാണ്. ബിക്കോസ് നമ്മൾ കൂടുതൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നുമല്ലോ. അങ്ങനെ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാകുമ്പം
കംപ്ലീറ്റ്ലി യോസ്. അങ്ങനത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ലിറ്ററലി ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതായി വരുന്ന നമ്മൾ കാണുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട് അവിടെ. ഇറ്റ്സ് വെരി സാറ്റിസ്ഫൈങ് ദാറ്റ് വേ. പക്ഷെ more challenging is definitely creating, writing and directing and making something. ഈ ഒരു പ്രോജക്റ്റിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ലെറ്റ് മീ ആസ്ക് യു ബിഹൈൻഡ് ദ സീൻസിനെ കുറിച്ച്. അതായത് ഹൻസിക്കയും അഹാനയും ഒരു ഗേൾസ് ട്രിപ്പ് പോയ പോലത്തെ എഫക്ട് ആയിരുന്നു അവിടെ ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ? വെരി മച്ച് ആക്ച്വലി. ഗേൾസ് ട്രിപ്പിനെ കാട്ടിലും ഒരു ഫൺ ഗ്യാങ് ട്രിപ്പ് അങ്ങനെയായിരുന്നു ആക്ച്വലി. കാരണം നമ്മൾ ഇതിന്റെ ഒരു 2 ദിവസം ബോംബെയിൽ ഷൂട്ട് ചെയ്തു, ബാക്കി ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു ട്രിപ്പ് പോലെയല്ല, ഇറ്റ് വാസ് മോർ ലൈക്ക് എ ഷൂട്ട്. പക്ഷെ ബോംബെയിൽ വി വർ എ വെരി സ്മോൾ ടീം. ഹൻസിക്ക ഉണ്ടായിരുന്നു, അമ്മ ഉണ്ടായിരുന്നു, പിന്നെ ഇത് സിനിമാറ്റോഗ്രാഫർ നിമിഷ് ഉണ്ടായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയ ആയിരുന്നു, ഇതിന്റെ എന്റെ അസോസിയേറ്റ് ഡയറക്ടർ റിയ ഉണ്ടായിരുന്നു, നിമിഷിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, അസോസിയേറ്റ് സിനിമാറ്റോഗ്രാഫർ ഹൂസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് അസ്. പിന്നെ ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു 5-6 പേര് ബോംബെയിൽ ഒരു ക്യാമറയും കൊണ്ടുപോയിട്ട് ഇതിലും എല്ലാ ടിപ്പിക്കൽ ടൂറിസ്റ്റി സ്പോട്ട്സ് ആണല്ലോ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും പോയി ട്രെയിനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെണ്ടി തിരിഞ്ഞ് ഓടി നടന്ന് നമുക്ക് ഒരു ബോംബെ എക്സ്പ്ലോറേഷൻ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഒരു സമയമാകുമ്പോഴത്തേനും ഗൂഗിൾ ചെയ്യും, ഓക്കെ ബെസ്റ്റ് പ്ലേസ് ഫോർ ബിരിയാണി എന്നൊക്കെ ഗൂഗിൾ ചെയ്തിട്ട് എല്ലാ ഓരോ മീലും ഒരു എൻജോയ്മെന്റ് ആക്കി സത്യം പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു. കാരണം ഞാനും വിചാരിച്ചു ഓക്കെ വി ആർ ഡൂയിങ് വർക്ക്, അതുണ്ട്. പക്ഷെ ഒരു 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ വി ഷുഡ് ഓൾസോ ഹാവ് ഹാഡ് എ മെമ്മറബിൾ ടൈം ദേ, അല്ലാതെ വർക്ക് മാത്രമായിരിക്കരുതല്ലോ. സോ വി ഹാഡ് എ ഫൺ ടൈം ഡൂയിങ് ദ വീഡിയോ ആക്ച്വലി. മലയാളീസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിം ഫാമിലിയിൽ നിന്നാണ് അഹാന വരുന്നത്. ആദ്യമായിട്ട് ഈ ഒരു സിനിമാ ലോകത്തേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത സമയത്ത് ഡിഡ് യു ഫീൽ മോർ ഇൻസ്പയർഡ് ഓർ ഇന്റിമിഡേറ്റഡ്? I didn't feel anything actually. I didn't even know what was happening. I didn't even know what was going on. കാരണം ഞാൻ സിനിമേനെ ഒരുപാട് ആഗ്രഹിച്ച്, അതായത് ഇപ്പോൾ ഉള്ള അത്രയും ആഗ്രഹമുള്ളൊരു സമയത്തായിരുന്നില്ല ഞാൻ സിനിമയിലേക്ക് വന്നത്. ഞാൻ കോളേജിലായിരുന്ന സമയത്ത് ഭയങ്കര യാദൃശികമായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. അതായത് അത്ര എളുപ്പമായിട്ട് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് പോലും ഇല്ല. സോ ആ ഒരു പോയിന്റിൽ നമുക്ക് പോലും ഇത് വേണമെന്നൊന്നും ചിന്തിക്കാനുള്ളൊരു സമയം പോലും ആയിട്ടില്ലായിരുന്നു. ഞാൻ കോളേജ് ഫസ്റ്റ് ഇയറിലായിരുന്നു. അപ്പം വരുന്നു, അപ്പോ കോളേജിൽ ഇച്ചിരി ദിവസം എന്തോ ഹോളിഡേ പോലെ കിട്ടിയ സമയത്ത് വന്നു, ടബടബേന്ന് ചെയ്യുന്നു, പോകുന്നു, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ അങ്ങനെ അന്ന് ചെയ്യാൻ വരുമ്പോ അയ്യോ എങ്ങനെ എന്താണോ എന്നും പറഞ്ഞിട്ടാ വന്നേ. പക്ഷെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേനും ഇത് രസമാണല്ലോ അങ്ങനെ തോന്നി. അപ്പം ഇന്റിമിഡേറ്റഡും അല്ലായിരുന്നു, ഇൻസ്പയർഡും അല്ലായിരുന്നു, ഒന്നുമില്ല, ബ്ലാൻഡ് അങ്ങനെയായിരുന്നു. പിന്നെ ഐ വാസ് ഓൺലി 18. സോ ഓണസ്റ്റ്ലി ഇപ്പൊ നമുക്ക് ആ സമയത്താണെങ്കിലും ഒരു സെറ്റിൽ പോകുമ്പോൾ വി നോട്ട് ട്രൈങ് ടു ബിക്കം ഫ്രണ്ട്സ്. ഇപ്പൊ എന്താ പറയാ, സെറ്റിൽ എല്ലാവരും ആയിട്ട് അങ്ങ് കമ്പനി അടിക്കാനുള്ള ഒരു പ്രായമല്ല. കാരണം എല്ലാവരും ഈസ് മച്ച് ഓൾഡർ ടു യു ആൻഡ് അവരവരുടേതായ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെ ഒരു കുട്ടിയായിട്ടാണല്ലോ കാണുന്നത്, ഒരു ഇച്ചിരി വളർന്ന ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഇല്ലായിരുന്നു. പോയി ചെയ്തു, വന്നു, ചെയ്തു കഴിഞ്ഞപ്പോ കൊള്ളാം, ഇനിയും ചെയ്യാൻ പറ്റിയാ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ തിങ്ക് ആഫ്റ്റർ മൈ എക്സ്പീരിയൻസ് I was left feeling very hopeful, or ambitious actually more than that. Nice. I think you kind of answered my next question also. My next question was, I truly belong here in cinema എന്ന് ശരിക്കും ഫീൽ ചെയ്ത ആ ഒരു മൊമെന്റ്, was it after Steve Lopez? അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. I'm still waiting to sort of feel that. I mean, this is what I like to do എന്നുള്ളത് എനിക്കറിയാം. This is what I'm meant to do എന്നുള്ളതും എനിക്കറിയാം. ബിക്കോസ് ഇപ്പം meant to do എന്ന് പറഞ്ഞാൽ ദിസ് എൻറ്റയർ, അതായത് എനിത്തിങ് ക്രിയേറ്റീവ്, അതായത് ഇപ്പൊ ആക്ടിംഗ് എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും നന്നായി വഴങ്ങുന്നത് എന്ന് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നുമല്ലോ. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യു ആർ മെന്റ് ടു ഡു. ജസ്റ്റ് ലൈക്ക് ഹൗ യു ആർ പ്രോബ്ലി എക്സ്ട്രീംലി ഗുഡ് ആസ് എൻ RJ. ഓരോരുത്തർക്ക് കിടിലായിട്ട് വരുന്ന അല്ലെങ്കിൽ എളുപ്പമായിട്ട് തോന്നുന്ന എന്തെങ്കിലും കാണും. ഓവർ ദി ഇയേഴ്സ് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇപ്പം എന്റെ വ്ളോഗ്സ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഇപ്പൊ ആക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഐ ഫീൽ വെരി കംഫർട്ടബിൾ. ആൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സന്തോഷം തോന്നും, അതൊക്കെ തോന്നും. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇതുവരെ ഐ ട്രൂലി ബിലോങ് ഹിയർ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഓക്കെ വെൻ ഐ സിറ്റ് അറ്റ് ഹോം ഐ ഫീൽ ലൈക്ക് ഐ ട്രൂലി ബിലോങ് ഹിയർ. വേറെ എവിടെ എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ടു ഫീൽ ദാറ്റ് ആക്ച്വലി. Ahana, let me ask you, coming ആയിട്ടുള്ള പ്രോജക്റ്റ്
ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ കറന്റ്ലി ഐ തിങ്ക് യു ആർ ഇൻ ബിറ്റ്വീൻ ഷൂട്ട് നൗ ഓൾസോ, അപ്പം കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇല്ല, ഇന്നലെ ആക്ച്വലി ഐ ഹാഡ് എൻ ആഡ് ഷൂട്ട്. ഇപ്പൊ മൂവി ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു കം ബൈ. ഐ എം വർക്കിംഗ് ഓൺ എ സ്ക്രിപ്റ്റ് ഓൺ ദിസ് സൈഡ്. ബട്ട് അതർവൈസ് ഇതേപോലെ ഐ എം നോട്ട് ഇൻ എ ഹറി. സോ നല്ല ഇപ്പൊ ഒരു മ്യൂസിക് വീഡിയോ ആണെങ്കിലും ഇപ്പൊ പൂക്കള് ഓരോ പ്രാവശ്യം എനിക്ക് ടി വിയിൽ കാണുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇറ്റ്സ് എ വെരി സ്മോൾ തിങ് ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഗുഡ് തിങ്. അപ്പോ ഒരു എന്താ പറയാ, അങ്ങനെ എനിക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിനിമയോ എന്തെങ്കിലും എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഇല്ല. ആ ഒരു ഫേസ് ലൈഫിൽ കഴിഞ്ഞു. അപ്പൊ ഇനി എനിക്ക് ഭയങ്കര നല്ലത് എന്ന് തോന്നുമ്പോ, കാരണം ഇപ്പൊ ആൾക്കാർക്ക് എന്നെ കാണാൻ അത്ര കൊതിയായിട്ട് നിൽക്കുവാണെങ്കിൽ അത് സിനിമ കാണണം എന്നില്ല. സോഷ്യൽ മീഡിയയിലോ എവിടെയാണെങ്കിലും ഐ എം പ്രിറ്റി മച്ച് ഓൾവേസ് ദെയർ. അപ്പം ഒരു സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പം എനിക്ക് തോന്നുന്നു എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് അതിലൊരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം എനിക്കിപ്പോ അടിയൊക്കെ ഇറങ്ങിയത് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് ആയ ശേഷമാണ്. ഈ യൂട്യൂബിൽ ആക്റ്റീവ് ആയ ശേഷം ലോട്ട് ഓഫ് പീപ്പിൾ ഫീൽ ലൈക്ക് നമ്മൾ അവരുടെ ഏതോ പരിചയക്കാരാണ്, നമ്മൾ അവരുടെ ഏതോ ബന്ധത്തിലുള്ള ആളാണ്. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒരുപാട് ആൾക്കാർക്കുണ്ട്. അപ്പം ആൾക്കാര് ഭയങ്കര പേഴ്സണൽ ആയിട്ട് കണ്ടു, ആനയുടെ ഒരു ഫിലിം വരുന്നുണ്ട് കാണണം. അപ്പൊ അതൊക്കെ ഞാൻ പോയി വല്ല പൊട്ടപ്പടമൊക്കെ ഇത്രയും നാളൊന്നും ചെയ്യാതിരുന്നിട്ട് പൊട്ടപ്പടമൊക്കെ ചെയ്താൽ അത് ഭയങ്കര എന്താ പറയാ ഡിസപ്പോയിന്റിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഐ എം ഓൾസോ ലൈക്ക് ഐ കാണ്ട് ഡിസപ്പോയിന്റ് പീപ്പിൾ. സോ നല്ല എന്തെങ്കിലും വരട്ടെ, നമുക്ക് അപ്പൊ ചെയ്യാം. അങ്ങനെ I mean with the natural pace of things. അങ്ങനെ അഹാന, ഇനി ഒരു ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ടും കൂടി ഉണ്ട്. അതിനെന്താ? മ്യൂസിക് വീഡിയോസ് ഡയറക്ട് ചെയ്തു, ഒരു ഫീച്ചർ ഫിലിം ഡയറക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഏത് ജോൺറ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക? ഇവൻച്വലി എന്ത് ജോണറായി വരും എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ജോണർ എന്ന് പറയുന്നത് സ്ലൈസ് ഓഫ് ലൈഫ്, ഈസി, ബ്രീസി, റോം കോം, നമ്മുടെ അഖിൽ സത്യൻ, വിനീത് ശ്രീനിവാസൻ, ആ ഒരു ജോണർ ഇല്ലേ? ഞാൻ ഏറ്റവും എനിക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ജോണർ അതാണ് കേട്ടോ. അവസാനം എന്ത് സംഭവിക്കുന്നു എനിക്ക് അറിയില്ല. പറ്റിയ കാത്തിരുന്ന് കാണാം എന്നൊക്കെ. ബട്ട് ദിസ് ഇസ് മൈ ആഗ്രഹം. വീട്ടിലെ യുവർ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് ആരാണ്? വീട്ടിലെ ബിഗ്ഗസ്റ്റ് ക്രിട്ടിക് എവ്രിബഡി ഈസ് എ പ്രിറ്റി ഗുഡ് ക്രിട്ടിക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇഷാനിയുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാവരുടെ അടുത്തും കേട്ടോ. പക്ഷെ ഇഷാനിയാണ് ചിലപ്പോൾ ഇച്ചിരി കൂടി ക്രിട്ടിക്കൽ ആയിട്ട് പറയാം. അമ്മ ചിലപ്പം കുറച്ചുകൂടി എന്നെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തു. ഇഷാനി അപ്രിഷിയേറ്റ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഐ തിങ്ക് ഇഷാനി ഈസ് ജനറലി ക്രിട്ടിക്കൽ വിത്ത് ഹെർ അഭിപ്രായങ്ങൾ. One assumption people constantly make about you that's completely wrong. That മറ്റേ അച്ഛന്റെ അമ്മയുടെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഇവർക്ക് ചെലവൊന്നും നോക്കണ്ടല്ലോ, അച്ഛന്റെ അമ്മയുടെ ചെലവിൽ അങ്ങ് ജീവിക്കാമല്ലോ, എന്ത് സുഖ. അപ്പൊ പിന്നെ കാറ് വാങ്ങാൻ, ട്രിപ്പ് പോവാം, എന്ത് വേണമെങ്കിലും ആവാമല്ലോ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നും തന്നെ കുറിച്ച് കേട്ട ഒരു ഗോസിപ്പ് ദാറ്റ് മേഡ് യു ലാഫ് ഔട്ട് ലൗഡ്? അയ്യോ, കൊറേ ഉണ്ട് കേട്ടോ. ഞാൻ ചിലടത്ത് കാണാറുണ്ട്. ഇപ്പൊ ദിയയുടെ ഒക്കെ ആ ബോയ് ഫ്രണ്ടുമായിട്ട് അഹാനയ്ക്ക് അഫയർ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഐ എം ലൈക്ക് യാക്ക്, ഐ മീൻ ലൈക്ക് യാക്ക്. അതൊക്കെ കേൾക്കുമ്പോ നമുക്കിങ്ങനെ അയ്യേ അങ്ങനെ തോന്നും. എന്തിത് ആൾക്കാർ പറയുന്നേ, അങ്ങനെയൊക്കെ തോന്നും. എല്ലാ ഇന്റർവ്യൂസിലും കേട്ട് മടുത്തൊരു ചോദ്യം ഉണ്ടോ? അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂ എനിക്ക് കൊടുക്കേണ്ട വരാറില്ല സത്യം പറഞ്ഞ. അപ്പൊ അതുകൊണ്ട് ഐ എം ഓണസ്റ്റ്ലി വെരി എക്സൈറ്റഡ് വെൻ ഐ ഡു ദീസ് ഇന്റർവ്യൂസ്. ബിക്കോസ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴും, പിന്നെ ചിലപ്പോ എന്താന്ന് പറഞ്ഞാല് ചിലര് ആദ്യമായിട്ട് സിനിമയിൽ വന്നപ്പോ അച്ഛൻ തന്ന ഉപദേശം എന്താന്ന് ചോദിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അതായത് ഞാൻ അതായത് പണ്ട് സ്റ്റീവ് ലോപ്പസിന്റെ സമയത്ത് ഞാൻ കുറച്ച് കൊച്ചായിരുന്ന കാരണം എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നമ്മൾ ഒരേ പോയിന്റ് തത്ത പറയുന്ന പോലെ ഒന്ന് എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞാൽ അത് ഈ ഇന്റർവ്യൂ എല്ലാം കൂടി അവസാനം ടി വിയിൽ ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ അച്ഛൻ തന്നൊരു ഉപദേശം വന്ന് തത്ത പറയുന്ന പോലെ എല്ലാത്തിലും വന്ന് വിളമ്പി. അവസാനം എന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നുമോളെ ഇനി അതൊന്നും പറയല്ലേ, ഞാൻ വേറെ എന്തെങ്കിലും ഒരു ഉപദേശം വേണമെങ്കിൽ തരാം. ഇത് ഞാൻ എല്ലായിടത്തും പോയിട്ട് അതേ പോയിന്റ്. അപ്പം അത് അന്ന് എന്റെ വീട്ടിൽ എന്നോട് പറയാറുണ്ടായിരുന്നു, അയ്യോ പ്ലീസ് അതിനി പറയല്ലേ. അപ്പൊ എനിക്ക് ഇപ്പോഴും അവര് റിപ്പീറ്റഡ്ലി ചോദിക്കുകയും ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം അതാണ്. അപ്പം അതിപ്പോ ചോദിക്കുമ്പോ എനിക്ക് ഇച്ചിരി അത് ഓർമ്മ വരാറുണ്ട്. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ ഒരു സോംബി അപ്പോക്കലിപ്സ് നടക്കുകയാണ്. നിങ്ങൾ 4 സിസ്റ്റേഴ്സിലും ആരായിരിക്കും ലോങ്സ്റ്റ് സർവൈവിംഗ്? ലോങ്സ്റ്റ് സർവൈവിങ് വല്ല അന്യഭാഷ നാട്ടിലാണെങ്കിൽ മിക്കവാറും ഞാനായിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ചിലപ്പോ ഇഷാനി ആയിരിക്കും. കാരണം
ഷാനി ഭയങ്കര നമ്മളെ കാട്ടിലും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് അവളുടെ ജിം വീഡിയോസ് ഒക്കെ കണ്ടാലും അവള് എന്താ പറയാ ഫുൾ മറ്റേ മങ്കി ബാർ പുള്ളപ്പ്. അപ്പൊ മേ ബി ഒരു സോംബിനെ ഒക്കെ ഇടിച്ചിട്ടിട്ട് ചിലപ്പോ അവളായിരിക്കും കുറച്ചുകൂടി നാട്. പക്ഷെ ഒരു ഫോറിൻ കൺട്രിയിലാണെങ്കിൽ അവള് പെടും മൊത്തത്തിൽ. അവിടെ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഡീൽ ചെയ്യാൻ ഞാൻ വേണ്ടി വരും. അപ്പൊ അവിടെ ചിലപ്പോ ഞാനായിരിക്കും സർവൈവിംഗ്. മറ്റൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിൽ അഹാന പ്ലേ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിന്റെ കൂടെ ഒരു കപ്പ് ഓഫ് കോഫി കുടിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ വിച്ച് ക്യാരക്ടർ വുഡ് യു ചൂസ്? ചാൻസ് പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് എനിക്കങ്ങനെ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. പക്ഷേ മേ ബി നിഹാരിക ഫ്രം ലൂക്ക. Yeah. Some deep conversations would happen there. Correct. Yeah. All right. And now 10 years down the lane, how would you want people to remember you? Like ഇപ്പം അഹാനനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആദ്യം ഓർക്കുന്ന അഹാന, the actor, the creator, director or the storyteller, what would you like them to remember about you first? Ahana, the human being actually, because ഞാനെന്ന് പറയുന്ന വ്യക്തിയിലെ ഓരോ ആസ്പെക്റ്റുകളാണ് മറ്റതെല്ലാം. അപ്പൊ ഐ തിങ്ക് people just remembers me as a person who sort of really like to enjoy the little things in life and just live a good life and make the most out of the opportunity we get to live in this world. അങ്ങനെ ഓർത്താ മതി. ഓർക്കുകയാണെങ്കിൽ തന്നെ, ഓർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. ഓർക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഐ വുഡ് ലൈക്ക് അങ്ങനെ ഓർത്താ മതി. അഹാന, താങ്ക് യു സോ മച്ച് നമ്മുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തു. ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ ഫോർ സംതിങ് ആസ് ബ്യൂട്ടിഫുൾ ആസ് പൂക്കൾ. ആൻഡ് ഇനിയും ഇതുപോലത്തെ കുറെ പ്രോജക്റ്റുകൾ ഞങ്ങൾ അഹാനയുടെ സൈഡിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ലവ്ലി സ്പീക്കിംഗ് വിത്ത് യു. ശരി, താങ്ക് യു സോ മച്ച്. ബൈ.